നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് പ്രാബല്യത്തിൽ നിയമം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. കൊടകര കുഴൽപ്പണ കവർച്ചാ കേസ് അന്വേഷണം പൂർത്തിയാക്കി ഇഡി. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആം ആദ്മി പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി അമിത്ഷാ. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുവാൻ ശ്രമം, പുടിനുമായി ഉടൻ കൂടിക്കാഴ്ചയെന്ന് ഡൊണാൾഡ് ട്രംപ്. ശ്രീഹരിക്കോട്ടയിലെ 100ാം വിക്ഷേപണ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ISRO. വാർത്തകൾ വിശദമായി. ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് പ്രാബല്യത്തിൽ. സ്വാതന്ത്ര്യത്തിനു ശേഷം ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറി. വിവാഹം ഉൾപ്പെടെയുള്ളവ രജിസ്റ്റർ ചെയ്യുന്നതിനായി UCC വെബ്സൈറ്റ് ഉച്ചയ്ക്ക് 12:30 മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഉദ്ഘാടനം ചെയ്തു. ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്നത് 2022 തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ BJPയുടെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു. നിയമം പ്രാബല്യത്തിൽ വന്നതോടെ നിലവിലെ വ്യവസ്ഥകളോട് ചേർന്ന് എല്ലാ മതവിശ്വാസങ്ങളിലും പെട്ട പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 വയസ്സും ആൺകുട്ടികളുടെ വിവാഹപ്രായം 21 തന്നെ ആയിരിക്കും. വിവാഹത്തിന് കൃത്യമായ രജിസ്ട്രേഷൻ, വിവാഹമോചനത്തിന് ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ കാരണങ്ങൾ, ഭർത്താവിനെ ബാധകമായ അതേ വിവാഹമോചന കാരണങ്ങൾ ഭാര്യയ്ക്കും ബാധകമായിരിക്കും. ഒരു ഭാര്യ ജീവിച്ചിരിക്കുന്നിടത്തോളം രണ്ടാം വിവാഹം സാധ്യമല്ല. അതായത് ബഹുഭാര്യത്വത്തിന് നിരോധനം തുടങ്ങിയവയാണ് മറ്റ് നിയമങ്ങൾ. അനന്തരാവകാശത്തിൽ ആൺകുട്ടികളെ പോലെ പെൺകുട്ടികൾക്കും തുല്യാവകാശം, ലീവ് ഇൻ ബന്ധത്തിന് അനുമതി വേണം തുടങ്ങിയവയാണ് മറ്റ് ചില നിയമങ്ങൾ. പട്ടികവർഗ വിഭാഗത്തെ ഏക സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളിൽ നിലവിലുള്ള മതനിയമങ്ങൾ ഇതോടെ അസാധുവാകും. സംസ്ഥാന ജനസംഖ്യയുടെ 2.89% വരുന്ന പട്ടിക വിഭാഗക്കാരെ നിയമത്തിന്റെ പരിധിയിൽപ്പെടുത്തിയിട്ടില്ല. BJP സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ നിയമരൂപീകരണത്തിനായി പ്രത്യേകം സമിതിയെ നിയോഗിച്ചു. സുപ്രീംകോടതി മുൻ ജഡ്ജി രഞ്ജന പ്രകാശ് ദേശായിയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ സമിതിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. 2024 ഫെബ്രുവരി 7 ബിൽ നിയമസഭ പാസാക്കി. രാഷ്ട്രപതിയുടെ അനുമതിയും ലഭിച്ചു. പിന്നാലെ വിജ്ഞാപനവും പുറത്തിറക്കി. ഗോവയിൽ പോർച്ചുഗീസ് ഭരണകാലം മുതൽക്കു തന്നെ ഏക സിവിൽ കോഡ് നിലവിലുണ്ട്. വിവാഹമോചനം, പൈതൃക സ്വത്ത് കൈമാറ്റം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ജാതി മത സാമുദായിക വേർതിരിവില്ലാതെ എല്ലാ പൗരന്മാർക്കും ഒരേ രീതിയിൽ നിയമം ബാധകമാവുന്ന സംവിധാനമാണ് ഏക സിവിൽ കോഡ്. കൊടകര കുഴൽപ്പണ കേസിലെ അന്വേഷണം പൂർത്തിയായെന്ന് ഇഡി. 1 മാസത്തിനകം കേസിൽ കുറ്റപത്രം നൽകുമെന്ന് എൻഫോഴ്സ്മെന്റ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കി. കുറ്റപത്രം നൽകുവാൻ ഹൈക്കോടതി 2 മാസത്തെ സാവകാശം അനുവദിച്ചു. അന്വേഷണം വേഗത്തിൽ തീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. കൊടകര കുഴൽപ്പണ കേസിലെ സാക്ഷി നൽകിയ ഈ ഹർജിയും ഹൈക്കോടതി തീർപ്പാക്കി. ക്രൈംബ്രാഞ്ച് തയ്യാറാക്കിയ കുറ്റപത്രത്തിലെ പ്രതികളാകും ED കുറ്റപത്രത്തിലും ഉണ്ടാവുക. കൊടകരയിൽ കവർച്ച ചെയ്തത് BJPക്ക് വേണ്ടി കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് ഫണ്ടാണെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലെ കണ്ടെത്തൽ. എന്നാൽ EDയുടെ അന്വേഷണം കവർച്ച കഴിഞ്ഞുള്ള ഇടപാടിലേക്ക് മാത്രം ചുരുങ്ങിയെന്നും പണത്തിന്റെ ഉറവിടത്തെ സംബന്ധിച്ച അന്വേഷണം നടന്നില്ലെന്നും ഗുരുതര ആരോപണമുയരുന്നുണ്ട്. കള്ളപ്പണ കവർച്ച കേസിൽ പണത്തിന്റെ ഉറവിടമാണ് കണ്ടെത്തേണ്ടതെന്നാണ് സംസ്ഥാന പോലീസിന്റെ നിലപാട്. പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച റിപ്പോർട്ട് EDക്ക് കൈമാറിയിരുന്നു. എന്നാൽ ED ഇതിലേക്ക് അന്വേഷണം കൊണ്ടുപോയില്ല. കവർച്ചയ്ക്ക് ശേഷം ഈ പണം ആരിലേക്ക് എത്തിയെന്ന അന്വേഷണം മാത്രമാണ് ED നടത്തിയത്. കേസിൽ 4 ആഴ്ചയ്ക്കുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ED ഒരുങ്ങുമ്പോഴും അന്വേഷണം ശരിയായ ദിശയിലേക്ക് നീങ്ങിയില്ലെന്നാണ് ഉയർന്നുവരുന്ന വിമർശനം. BJP മുൻ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന സതീഷ് നടത്തിയ വെളിപ്പെടുത്തലിലൂടെയാണ് വീണ്ടും കൊടകര കള്ളപ്പണ കേസ് ഉയർന്നു വന്നത്. 2021 ഏപ്രിൽ 3 തൃശൂരിലെ കൊടകരയിൽ നടന്ന ഹൈവേ കവർച്ചയുമായി ബന്ധപ്പെട്ടാണ് കള്ളപ്പണ ഇടപാട് പുറത്തുവരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 ദിവസം മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി 3.5 കോടി രൂപ കടത്തുന്ന കാറിനെ പിന്തുടർന്ന ഒരു സംഘം കൊടകരയ്ക്ക് സമീപം വ്യാജവാഹനാപകടം സൃഷ്ടിച്ച് കാർ തടഞ്ഞു നിർത്തി പണം കൊള്ളയടിക്കുകയായിരുന്നു. കുഴൽപ്പണമായി എത്തിയത് BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടാണെന്നായിരുന്നു സതീഷ് വെളിപ്പെടുത്തിയത്. ചാക്കുകെട്ടുകളിലായാണ് പണം എത്തിച്ചതെന്നും പണം കൊണ്ടുവന്നവർക്ക് മുറിയെടുത്ത് നൽകിയത് താനാണെന്നും സതീഷ് വെളിപ്പെടുത്തിയിരുന്നു. പഞ്ചാരക്കൊല്ലയിലെ നരഭോജി കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയെങ്കിലും ആശങ്കയുള്ള മറ്റ് സ്ഥലങ്ങളിൽ ദൗത്യം തുടരുമെന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. നരഭോജി കടുവയെ കണ്ടെത്തുവാൻ ദൗത്യം നടത്തിയ എല്ലാ ഉദ്യോഗസ്ഥരെയും അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കടുവയുടെ സാന്നിധ്യം സ്പോട്ട് ചെയ്ത വയനാട്ടിലെ മറ്റ് 3 സ്ഥലങ്ങളിൽ ടാസ്ക് ഫോഴ്സ് സ്പെഷ്യൽ ഡ്രൈവ് തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു.
വയനാട് ജില്ലയിൽ 3-4 ഇടത്ത് കടുവയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും അവിടെയാണ് പരിശോധന തുടരുകയെന്നും അദ്ദേഹം അറിയിച്ചു. അതിനായുള്ള ക്രമീകരണം നടത്താൻ ജില്ലാ കളക്ടറോടും CCFനോടും ആവശ്യപ്പെട്ടു. ഒന്നിലും 100% പരിഹാരം പ്രതീക്ഷിക്കരുത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ജാഗ്രതാ കുറവ് കാണിച്ചാൽ അത് തിരുത്തിക്കണം. നേരത്തെയുണ്ടായ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തിയാണ് ഇപ്പോഴും ജനം വനം വകുപ്പിനെ കാണുന്നത്. ഇത്തരം പ്രശ്നങ്ങൾക്ക് ബഹുജന പിന്തുണയില്ലാതെ പരിഹരിക്കാനാവില്ല. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ആശയവിനിമയം നടത്തി പരിഹാരം കണ്ടെത്തി മുന്നോട്ടു പോകണം. അടുത്ത കാലത്തൊന്നും കഴിഞ്ഞ ദിവസത്തെ പോലെ ഒത്തുതീർപ്പ് ഉണ്ടായില്ല. അതിന്റെ നന്മയെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾ തയ്യാറായില്ല. ഓപ്പറേഷൻ വയനാടിന്റെ 2ാം ഘട്ടം ഇനിയുള്ള ദിവസങ്ങളിൽ തുടരും. പിലാക്കാവിൽ ചത്ത നിലയിൽ കണ്ടെത്തിയ കടുവ തന്നെയാണ് പഞ്ചാരക്കൊല്ലിയിൽ രാധയെ കൊല്ലപ്പെടുത്തിയത്. 17ലധികം ക്യാമറകളിൽ ഈ കടുവയുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വീടിന്റെ ഭാഗത്താണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയതെന്നും ഈ പ്രദേശത്ത് നിന്ന് തന്നെയാണോ മറ്റൊരു കടുവയുമായുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായതെന്നതിൽ വ്യക്തതയില്ലെന്നും അരുൺ സക്രിയ പ്രതികരിച്ചു. ആഴത്തിലുള്ള മുറിവാണ് കടുവയ്ക്കുള്ളത്. മറ്റൊരു കടുവയുമായുള്ള ഏറ്റുമുട്ടലിലാണ് മുറിവുണ്ടായതെന്ന നിഗമനത്തിലാണ് വനം വകുപ്പ്. ഈ കഴിഞ്ഞ 2-3 ദിവസമായി മാനന്തവാടിയിലെയും പ്രത്യേകിച്ചും വയനാട് ജില്ലയിൽ പൊതുവെയും ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ കടുവ മരിച്ച നിലയിൽ ഇന്ന് പുലർച്ചയോടുകൂടി കണ്ടെത്തുകയായിരുന്നു. വനംവകുപ്പ് നിയോഗിച്ച സ്പെഷ്യൽ ഓപ്പറേഷൻ ടീമാണ് ഈ കടുവയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇത് മലയോര നിവാസികളെ സംബന്ധിച്ചിടത്തോളവും പഞ്ചാരക്കൊല്ലി പ്രദേശ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും അങ്ങേയറ്റം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ചത്തതാണെങ്കിലും കടുവയെ പിടികൂടാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയ വളരെ ആത്മാർത്ഥമായ ശ്രമത്തെ, റിസ്ക് എടുത്തുകൊണ്ടുള്ള ശ്രമത്തെ ഈ ഘട്ടത്തിൽ ഞാൻ അഭിനന്ദിക്കുകയും പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങളോട് നിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇത് ഇവിടെ വെച്ച് നിർത്താൻ വനം വകുപ്പ് ആലോചിക്കുന്നില്ല. വയനാട് ജില്ലയിൽ തന്നെ ചില കേന്ദ്രങ്ങളിൽ 3-4 കേന്ദ്രങ്ങളിൽ കടുവയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറഞ്ഞത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളെ ഇന്നും നാളെയുമായി ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ സ്കീം നടപ്പിലാക്കുന്നതിനുള്ള നിർദ്ദേശം ചീഫ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് വാർഡനോടും ജില്ലാ കളക്ടറോടും നിർദ്ദേശിക്കുകയും അതിനുള്ള ക്രമീകരണങ്ങൾ ഉടനെ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുകയാണ്. എനിക്ക് മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും അഭ്യർത്ഥിക്കാനുള്ളത്, ഒരു കാര്യത്തിലും 100% പരിഹാരം നമ്മൾ പ്രതീക്ഷിക്കരുത്. ഒരു കാര്യത്തിനും. എന്നാൽ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ പ്രവർത്തനത്തിൽ ജാഗ്രത കുറവ് കാണിക്കുന്നുണ്ടോ? ജാഗ്രത കുറവ് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ചൂണ്ടിക്കാണിക്കുകയും ഭരണകൂടം അത് തിരുത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യണം. നേരത്തെ ഉണ്ടായിരുന്ന ചിത്രം മനസ്സിൽ വെച്ചാണ് ഇപ്പോഴും വനവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ ജനങ്ങൾ കാണുന്നത്. പക്ഷെ നിങ്ങൾ സാക്ഷികളാണ്. അവിടെ രാപ്പകലില്ലാതെ അവരുടെ ജീവൻ പോലും പണയപ്പെടും എന്ന് കരുതിയ സന്ദർഭം ഉണ്ടായല്ലോ. അതുണ്ടായിട്ട് പോലും ധീരതയോടുകൂടിയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ദൌത്യം വിജയിക്കണമെങ്കിൽ ഏകപക്ഷീയമായ പ്രവർത്തനം കൊണ്ട് സാധിക്കില്ല. ബഹുജനങ്ങളുടെ സഹായ സഹകരണങ്ങളോടുകൂടിയല്ലാതെ ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഉദ്യോഗസ്ഥ സമൂഹത്തിന് മാത്രമായി കഴിയില്ല എന്ന് കരുതുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഇനിയും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശിക്കുന്നതോടൊപ്പം അഥവാ ഉണ്ടായാൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ ആശയവിനിമയം നടത്തി ജനങ്ങൾക്ക് സമാധാനം ഉറപ്പു നൽകുന്ന വിധത്തിലുള്ള
പരിപാടികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഗുണം ചെയ്യുക. അധ്യാപക നിയമനത്തിന് മാനേജ്മെന്റ് 1 കോടി രൂപ വരെ കൈക്കൂലി വാങ്ങുന്നുവെന്ന് മുൻ മന്ത്രി ജി സുധാകരൻ. ഇത് തടയുവാൻ എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ PSCക്ക് വിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആലപ്പുഴ ജില്ലയിലെ 2 കോളേജുകളിൽ 40 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് നിയമനത്തിനായി കൈക്കൂലി വാങ്ങുന്നതെന്നും മുൻ മന്ത്രി ജി സുധാകരൻ വ്യക്തമാക്കി. സർക്കാരാണ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത്. എന്നിട്ടും അധ്യാപകരുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങുകയാണിവരെന്നും സുധാകരൻ പറഞ്ഞു. സർക്കാർ സംവിധാനം പോലെ രാഷ്ട്രീയത്തിലും റിട്ടയർമെന്റ് വേണമെന്ന് മുൻ മന്ത്രിയും CPM നേതാവുമായ ജി സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതും വലിയ ചർച്ചയായി മാറിയിരുന്നു. കേരള ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. താൻ 62 വർഷമായി പാർട്ടിയിലെന്നും ഇവിടെ പെൻഷനും ഗ്രാറ്റുവിറ്റിയുമൊന്നുമില്ലെന്നും അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു. പ്രായപരിധി കഴിഞ്ഞവർ എങ്ങനെ ജീവിക്കുന്നുവെന്ന് അന്വേഷിക്കേണ്ടതുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. ഭാര്യയ്ക്ക് പെൻഷൻ ഉള്ളതുകൊണ്ട് താൻ ജീവിച്ചു പോകുന്നു. MLA ആയിരുന്നതുകൊണ്ട് 35,000 രൂപ തനിക്ക് പെൻഷൻ കിട്ടും. ചികിത്സാ സഹായവും ഉണ്ട്. പക്ഷേ എല്ലാവരുടെയും കാര്യം അങ്ങനെയല്ലെന്ന് സുധാകരൻ പറഞ്ഞു. സഹകരണ വകുപ്പ് ഏറ്റെടുക്കുമ്പോൾ എല്ലാം കൊള്ളയടിക്കപ്പെട്ട നിലയിലായിരുന്നു. പാവപ്പെട്ടവരെ സഹായിക്കാൻ 10 പൈസയിലായിരുന്നു. VS സർക്കാർ പണം മുടക്കിയാണ് സഹകരണ മേഖലയെ സംരക്ഷിച്ചത്. പെൻഷൻ നൽകണമെന്ന് എഴുതിവെച്ചാൽ പോരാ, അത് നൽകണം. അങ്ങനെയുള്ള ഒരുപാട് മന്ത്രിമാരുണ്ട്. ചില മന്ത്രിമാർ എല്ലാം തങ്ങളാണ് തുടങ്ങിയതെന്ന് പറയും. അതെല്ലാം ശരിയാകണമെന്നില്ലെന്നും മുൻ മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. മുഹമ്മദ് യൂനസിന്റെ കീഴിലുള്ള ഇടക്കാല ബംഗ്ലാദേശ് സർക്കാരിനുള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങളും നിർത്തലാക്കുവാൻ തീരുമാനിച്ചെന്ന് US. കരാറുകളും ഗ്രാന്റുകളും ഉൾപ്പെടെ എല്ലാ സഹായ പദ്ധതികളും അവസാനിപ്പിക്കാനാണ് ട്രംപ് സർക്കാരിന്റെ നീക്കം. ബംഗ്ലാദേശിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുക്കുമ്പോൾ US-ൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കാതാകുന്നത് വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കും. യൂനസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ സംബന്ധിച്ചും വിഷയം വലിയ തിരിച്ചടിയാണ്. സഹായം നിലച്ചതോടെ വലിയ വെല്ലുവിളികളെ രാജ്യം അഭിമുഖീകരിക്കേണ്ടി വരുന്ന സ്ഥിതിയിലേക്കാണ് ബംഗ്ലാദേശ് നീങ്ങുന്നത്. യുക്രൈൻ അടക്കം ചില രാജ്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം 90 ദിവസത്തേക്ക് മരവിപ്പിക്കുന്നതായി US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ നേരത്തെ അറിയിച്ചിരുന്നു. മറ്റു രാജ്യങ്ങളിൽ നടപ്പാക്കി വരുന്ന സന്നദ്ധ സഹായ പദ്ധതികളും വികസന പദ്ധതികളും നിർത്തിവെക്കാനും തീരുമാനിച്ചിരുന്നു. US-ന്റെ പുതിയ വിദേശ നയങ്ങളുമായി പൊരുത്തപ്പെടുന്ന സാമ്പത്തിക സഹായം മാത്രം തുടരാനുള്ള പദ്ധതികളുടെ ഭാഗമാണ് നടപടി. റഷ്യൻ അധിനിവേശത്തെ ചെറുക്കാൻ ശ്രമിക്കുന്ന യുക്രൈനിന്റെ പ്രതിരോധ ശേഷിയെ സാരമായി ബാധിക്കുന്നതാണ് US-ന്റെ തീരുമാനം. റഷ്യ യുക്രൈൻ യുദ്ധം തുടർന്നു പോകുന്നതിന് കാരണക്കാരൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയാണെന്നും ട്രംപ് ആരോപിച്ചിരുന്നു. അതിനിടെ 12 ഫെഡറൽ ഇൻസ്പെക്ടർ ജനറൽമാരുടെ സമിതികളെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിരിച്ചുവിട്ടു. അധികാരത്തിലെത്തിയുടൻ തന്നെ വിവാദങ്ങൾ ഒഴിയാത്ത തീരുമാനങ്ങളാണ് ട്രംപ് കൈക്കൊണ്ടിരിക്കുന്നത്. കുടിയേറ്റം, വിദേശ സഹായം തുടങ്ങിയ വിഷയത്തിൽ കടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കി കഴിഞ്ഞു. ഭരണനിർവഹണത്തിലെ ശുദ്ധികലാശത്തിന്റെ ഭാഗമായാണ് 12 ഫെഡറൽ നിരീക്ഷക സമിതികൾ പിരിച്ചുവിട്ടത്. താൻ തീരുമാനങ്ങൾ നടപ്പിലാക്കി തുടങ്ങിയിട്ടേയുള്ളൂവെന്നും ബൈഡന്റെ 4 വർഷത്തെ ഭരണകാലത്ത് ചെയ്തു കാണിക്കാൻ കഴിയാത്തത് താൻ ഒരാഴ്ചയിൽ നടപ്പിലാക്കിയെന്നും ട്രംപ് അറിയിച്ചു. എന്നാൽ ട്രംപിന്റെ പെട്ടെന്നുള്ള ഈ നടപടി ഉദ്യോഗസ്ഥരുടെ രോഷത്തിനും നിയമപരമായ വെല്ലുവിളികൾക്കും കാരണമായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇൻസ്പെക്ടർ ജനറലിനെ പുറത്താക്കിയതെന്ന് ചോദിച്ചപ്പോൾ പുതിയ ട്രംപ് ഭരണകൂടവുമായി യോജിച്ചു പോകാത്ത മുൻ ബൈഡൻ ഭരണകൂടത്തിന്റെ ഭാഗങ്ങൾ ഉപേക്ഷിക്കാനുള്ള പ്രസിഡന്റിന്റെ ശ്രമമാണ് ഈ നീക്കമെന്ന് അധികൃതർ അറിയിച്ചു. ഡൽഹി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആം ആദ്മി പാർട്ടിക്കെതിരെ വിമർശനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആം ആദ്മി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അന്തരീക്ഷ മലിനീകരണ പ്രശ്നത്തിൽ സുപ്രീം കോടതി പോലും ഡൽഹി സർക്കാരിനെ വിമർശിച്ചിരിക്കുന്നുവെന്നും അമിത്ഷാ പറഞ്ഞു. ഡൽഹിയിൽ റോഡുകൾ തകർന്ന അവസ്ഥയിലാണെന്നും അമിത്ഷാ ആഞ്ഞടിച്ചു. മാലിന്യ സംസ്കരണം പാളി പൂർവാഞ്ചൽ വിഭാഗത്തെ കോവിഡ് സമയത്ത് സർക്കാർ അവഗണിച്ചു. ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കാൻ 51 കോടിയിലധികം രൂപ കെജ്രിവാൾ ഉപയോഗിച്ചുവെന്നും അമിത്ഷാ ആരോപിച്ചു. ആം ആദ്മിയിൽ നിന്ന് ഫെബ്രുവരി 8-ന് ഡൽഹിക്ക് മോചനം ലഭിക്കുമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന അരവിന്ദ് കെജ്രിവാൾ BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയതിന് പിന്നാലെയായിരുന്നു അമിത്ഷായുടെ പ്രതികരണം. BJP സർക്കാർ പൊതുജനങ്ങളുടെ പണം അവരുടെ സുഹൃത്തുക്കളുടെ പോക്കറ്റുകൾ നിറയ്ക്കാൻ ഉപയോഗിക്കുന്നുവെന്നായിരുന്നു കെജ്രിവാളിന്റെ ആരോപണം.
കേജ്രിവാൾ പറയുന്നത് നുണയെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. BJP എല്ലാ ക്ഷേമ പദ്ധതികളും നിർത്തലാക്കാൻ പോവുകയാണെന്നും കേജ്രിവാൾ ആരോപിച്ചു. BJP അധികാരത്തിലെത്തുകയാണെങ്കിൽ ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര നിർത്തലാക്കും. സൗജന്യ വൈദ്യുതി പദ്ധതിയും അവർ നിർത്തും. BJP വിജയിക്കുകയാണെങ്കിൽ ഈ ചെലവെല്ലാം വഹിക്കാൻ ജനങ്ങൾ തയ്യാറാണോ എന്നും കേജ്രിവാൾ ചോദിച്ചു. AAPയുടെ നേതൃത്വത്തിലുള്ള ഡൽഹി സർക്കാർ പൊതുജനങ്ങൾക്ക് 25,000 രൂപ വരെ ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ടെന്നും കേജ്രിവാൾ പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കടുത്ത പോരാട്ടത്തിലാണ് AAPയും BJPയും. പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി കടുത്ത മത്സരമാണ് ഡൽഹിയിൽ നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ അരവിന്ദ് കെജ്രിവാളിന്റെ വാഹനവ്യൂഹത്തിന് നേരെ ആക്രമണം നടത്തിയത് BJPയാണെന്ന് AAP ആരോപിച്ചിരുന്നു. ഫെബ്രുവരി 5-നാണ് 70 അംഗ ഡൽഹി നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഫെബ്രുവരി 8-ന് ഫലം പുറത്തുവരും. കത്തിക്കുത്തേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെ ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാന് അതിവേഗത്തിൽ ഇൻഷുറൻസ് തുക അനുവദിച്ചതിൽ ആശങ്കയറിയിച്ച ഡോക്ടർമാരുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് മെഡിക്കൽ കൺസൾട്ടന്റ്സ്. സെയ്ഫിന് എങ്ങനെയാണ് അതിവേഗം 25 ലക്ഷം രൂപ അനുവദിച്ചതെന്നാണ് സംഘടനയുടെ ചോദ്യം. ബാദ്രയിലെ ലീലാവതി ആശുപത്രിയിലാണ് സെയ്ഫ് ചികിത്സ തേടിയത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് ക്യാഷ്ലെസ്സായി 25 ലക്ഷം രൂപ അനുവദിച്ചത്. സാധാരണക്കാരനേക്കാൾ സെലിബ്രിറ്റികൾക്ക് മുൻഗണനയുണ്ടെന്ന ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ആശുപത്രിയുടെ നടപടിയെന്ന് AMC ആരോപിച്ചു. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇക്കാര്യം അന്വേഷിക്കണമെന്നും AMC ആവശ്യപ്പെട്ടു. സമാനമായ ആശങ്ക ഉന്നയിച്ച് ആരോഗ്യ ഇൻഷുറൻസ് വിദഗ്ധൻ നിഖിൽ രംഗത്തെത്തി. സാധാരണയായി ക്ലെയിം ലഭിക്കുന്നതിന് മുൻപ് FIR ഉൾപ്പെടെയുള്ള രേഖകൾ വേണ്ടിവരാറുണ്ട്. എന്നാൽ ഇവിടെ അതിവേഗം തുക അനുവദിച്ചുവെന്ന് നിഖിൽ Xൽ കുറിച്ചു. ജനുവരി 16-നായിരുന്നു മുംബൈ ബാന്ദ്ര വെസ്റ്റിലെ വസതിയിൽ വെച്ച് സെയ്ഫ് അലി ഖാൻ ആക്രമിക്കപ്പെടുന്നത്. നടന്റെ കൈക്കും കഴുത്തിനുമടക്കം 6 ഇടങ്ങളിൽ കുത്തേറ്റിരുന്നു. മുംബൈ ലീലാവതി ആശുപത്രിയിൽ 5 ദിവസമായിരുന്നു സെയ്ഫ് ചികിത്സ തേടിയത്. സാധാരണ പോളിസി ഉടമകൾക്ക് ഇത്തരത്തിൽ പെട്ടെന്നുള്ള അനുമതികൾ അപൂർവമാണ്. സെലിബ്രിറ്റികൾക്കും ഉന്നത വ്യക്തികൾക്കും നിബന്ധനകളിലും ചികിത്സയിലും മുൻഗണന കിട്ടുന്നു. ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനത്തിൽ അസമത്വത്തിന് വഴിയൊരുക്കുന്നതാണിതെന്നും അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. 5 ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞ സെയ്ഫ് 35.95 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടതെന്നാണ് റിപ്പോർട്ട്. എന്നാൽ 25 ലക്ഷത്തിന്റെ ക്ലെയിം അനുവദിച്ചതായി നിവാബൂപ്പ ഇൻഷുറൻസ് കമ്പനി അറിയിക്കുകയായിരുന്നു. കർണാടകയിൽ കോൺഗ്രസ് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി 1 വർഷം നീളുന്ന ആഘോഷ പരിപാടികൾ നടത്തുമെന്ന് ഉപമുഖ്യമന്ത്രിയും കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ DK ശിവകുമാർ. ജയ് ബാപ്പു, ജയ് ഭീം, ജയ് സംവിധാൻ പരിപാടികളുടെ 1 വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. വിവിധ വകുപ്പുകൾ മുഖേന പരിപാടികൾ പ്രഖ്യാപിക്കാനും 224 നിയമസഭാ മണ്ഡലങ്ങളിലായി പാർട്ടി റാലികൾ നടത്താനും മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും DK ശിവകുമാർ പറഞ്ഞു. ഇത് കോൺഗ്രസിന്റെ മാത്രം പരിപാടിയല്ല, മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന സമൂഹത്തിന്റെയും ആഘോഷമാണ്. ഇതിന്റെ ഭാഗമായി ഗാന്ധിയൻ ആശയങ്ങളിൽ സ്കൂളുകളിലും കോളേജുകളിലും സെമിനാറുകൾ സംഘടിപ്പിക്കുമെന്നും ശിവകുമാർ പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തക സമിതി അധ്യക്ഷനായി ഗാന്ധി ചുമതലയേറ്റതിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ബെലഗാവിയിൽ മെഗാ റാലി സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെ വിപുലീകരണ റാലികൾ സംഘടിപ്പിക്കണമെന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ശിവകുമാർ പറഞ്ഞു. എത്ര പേർ ഈ റാലികളിൽ പങ്കെടുക്കുന്നു എന്നതിനേക്കാൾ ഗാന്ധിയൻ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടാതെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയുമായി നടത്തിയ കൂടിക്കാഴ്ച കുടുംബ ചർച്ചയായിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് ഒരു കുടുംബമാണ്. കുടുംബത്തിലെ കാര്യങ്ങൾ പൊതു ഇടങ്ങളിൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്നും ശിവകുമാർ പറഞ്ഞു. മുഖ്യമന്ത്രി കസേര സംബന്ധിച്ച ചോദ്യങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയിരുന്നെന്നും അദ്ദേഹം മറുപടി നൽകി. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുവാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉടൻ സംസാരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾക്ക് റഷ്യ തയ്യാറാണെന്ന് പുടിൻ അറിയിച്ചതിന് പിന്നാലെയാണ് വ്യക്തത വരുത്തി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചിരുന്നു. വിഷയത്തിൽ യുക്രൈൻ സമാധാനം ആഗ്രഹിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ സെലൻസ്കി ആഗ്രഹിക്കുന്നു. പുടിനും ഇതേ ആഗ്രഹമുണ്ടാകുമെന്നാണ് താൻ കരുതുന്നതെന്നും ട്രംപ് പറഞ്ഞു. പ്രസിഡന്റായി അധികാരത്തിലേറിയതിന് പിന്നാലെയാണ് ട്രംപ് ചർച്ചകൾക്ക് തുടക്കമിട്ടത്.
സമവായ ചർച്ചകൾക്ക് റഷ്യ തയ്യാറായില്ലെങ്കിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം യുക്രൈനുള്ള സാമ്പത്തിക സഹായം റദ്ദാക്കാനും ട്രംപ് തീരുമാനിച്ചിരുന്നു. അതിനിടെ കൊളംബിയയ്ക്കെതിരെ 25% പ്രതികാര താരിഫ് ചുമത്തുമെന്ന് പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരുമായി എത്തിയ സൈനിക വിമാനം തടഞ്ഞതോടെയാണ് നടപടി. മറ്റൊരു രാജ്യങ്ങളുടെ മേൽ ട്രംപ് നടപ്പിലാക്കുന്ന സാമ്പത്തിക സമ്മർദ്ദത്തിന്റെ ആദ്യത്തെ ഉദാഹരണമാണിതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ കൊളംബിയയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നികുതി 50% ഉയർത്തുമെന്നാണ് ട്രംപ് അറിയിച്ചത്. സഹകരിച്ചാൽ മതിയെന്നും പ്രകോപനമുണ്ടാക്കരുതെന്നും ട്രംപ് കൊളംബിയയ്ക്ക് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ട്രംപിന്റെ അറിയിപ്പിന് പിന്നാലെ അമേരിക്കൻ ഇറക്കുമതികളുടെ താരിഫിനെ 25% വർധനവ് ഏർപ്പെടുത്താൻ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ വാണിജ്യ മന്ത്രാലയത്തിനോട് ഉത്തരവിട്ടു. അമേരിക്കയിൽ തങ്ങളുടെ മനുഷ്യാധ്വാനത്തിൻ ഫലം ഇറക്കുമതി ചെയ്യുന്നതിന് 50% താരിഫ് ചുമത്തിയാൽ തങ്ങളും അത് തന്നെ ചെയ്യുമെന്ന് പെട്രോ സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു. തനിക്കും വീറും വാശിയുണ്ടെന്നും പേടിപ്പിക്കാൻ നോക്കേണ്ടെന്നും ഗുസ്താവോ പെട്രോ വ്യക്തമാക്കി. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് 100ാമത് വിക്ഷേപണത്തിന് തയ്യാറെടുക്കുന്നു. ജനുവരി 29-ന് GSLV F-15 NVS-02 ദൗത്യത്തിന്റെ വിക്ഷേപണത്തോടെ ISROയുടെ 100ാമത് വിക്ഷേപണം നടക്കും. നാവിക് സാറ്റലൈറ്റ് സിസ്റ്റത്തിന്റെ ഭാഗമായ ഒരു ഉപഗ്രഹമാണ് NVS-02. സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിന്റെ 2ാമത്തെ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് ഈ വിക്ഷേപണം നടക്കുക. തദ്ദേശീയ ക്രയോജനിക് സ്റ്റേജുള്ള GSLV F-15 NVS-02 ഉപഗ്രഹത്തെ ജിയോസിൻക്രണസ് ട്രാൻസ്ഫർ ഓർബിറ്റിൽ സ്ഥാപിക്കും. 2ാം വിക്ഷേപണ തറയിൽ നിന്നാണ് വിക്ഷേപണം നടക്കുക. NVS പരമ്പരയിലെ 2ാമത്തെ ഉപഗ്രഹവും ഇന്ത്യൻ നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷന്റെ ഭാഗവുമാണ് NVS-02. നാവിക് ഇന്ത്യയുടെ സ്വതന്ത്ര പ്രാദേശിക നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണെന്ന് ISRO പറയുന്നു. നാവിഗേഷനും റേഞ്ചിങ്ങിനുമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സ്ഥാന നിർണയ സംവിധാനമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സിസ്റ്റം. ഇതിന്റെ മറ്റൊരു പേരാണ് നാവിക്. അമേരിക്കയുടെ GPS-നെയും റഷ്യയുടെ ഗ്ലാനോസിനെയും ചൈനയുടെ ബേദൌയെയും യൂറോപ്യൻ യൂണിയന്റെ ഗലീലിയെയും വെല്ലുന്ന നാവിഗേഷൻ സംവിധാനമാണ് ISRO ഒരുക്കുന്ന നാവിക്. ഇന്ത്യയിലും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും കൃത്യമായ സ്ഥാനം, വേഗത, സമയ സേവനങ്ങൾ എന്നിവ നൽകുന്നതിന് നാവിക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. എല്ലാത്തരം ഗതാഗത സംവിധാനങ്ങൾക്കും ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾക്കും സർവേകൾക്കും നാവിക് ഗുണം ചെയ്യും. ഇന്ത്യ മുഴുവനായും രാജ്യാതിർത്തിക്ക് പുറത്ത് 1500 കിലോമീറ്റർ പരിധിയും നാവിക്കിന് ഉണ്ടാകും. സൈനിക ആവശ്യങ്ങൾക്ക് പുറമെ രാജ്യത്തെ മത്സ്യബന്ധന ബോട്ടുകൾക്കും കപ്പലുകൾക്കും വാണിജ്യ വാഹനങ്ങൾക്കും ഇതിനകം നാവിക് ലഭ്യമാണ്. സ്റ്റാൻഡേർഡ് പൊസിഷനിംഗ് സേവനവും നിയന്ത്രിത സേവനവും എന്നിങ്ങനെ നാവിക് 2 തരത്തിലുള്ള സേവനങ്ങൾ നൽകും. NVS-02 ഉപഗ്രഹ നാവിഗേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. ഇത് ഇന്ത്യൻ പ്രദേശത്ത് നാവിഗേഷൻ സേവനങ്ങൾ നൽകും. GSLV F-15 റോക്കറ്റിലൂടെയാണ് ഉപഗ്രഹം ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റിൽ സ്ഥാപിക്കുക. ഇന്ത്യയുടെ നാവിഗേഷൻ സേവനങ്ങളിൽ സ്വാശ്രയത്വത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് നാവിക് ഉപഗ്രഹ സംവിധാനം. ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് സാമ്പത്തിക നേട്ടം നൽകാൻ നാവിക്കിനെ കഴിയും. നാവിക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൃത്യവും വിശ്വസനീയവുമായ സ്ഥാനവും സമയ സേവനങ്ങളും പ്രദാനം ചെയ്യുന്നതിനാണെന്നും വ്യോമയാനം, സമുദ്രം, കരഗതാഗതം തുടങ്ങിയ വിവിധ മേഖലകൾക്ക് പ്രയോജനം ചെയ്യുമെന്നുമാണ് റിപ്പോർട്ടുകൾ. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.